ഹായ്, ഈ യാത്ര കേരളത്തിൽ നിന്നും ഗോവയിലോട്ടുള്ള ഒരു ലോങ് ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാസർഗോഡ്, മംഗലാപുരം, ദെൻ ഗോവ. ഏകദേശം ഒരു 4-4:15 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ തലശ്ശേരി വഴി പോണ കാരണം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഏകദേശം ഒരു 7 മണി ആയപ്പോഴേക്കും ഞങ്ങൾ തലശ്ശേരി എത്തി. അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. എൻ്റെ ഫസ്റ്റ് ടൈമാണ് തലശ്ശേരി വഴി, മീൻസ് ഈ ഭാഗത്തേക്ക് ഞാൻ വല്ലാതെ വന്നിട്ടില്ല. പക്ഷേ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. നല്ല റോഡ് വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ബീച്ച് വ്യൂസ്, ഭയങ്കര ഗ്രീനറി ഉള്ള ഏരിയ, അങ്ങനൊരു വൈബ്. പിന്നെ ഒരു മണി ആയപ്പോഴേക്കും ഞങ്ങൾ കർണാടക എത്തി. അവിടുന്ന് ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു. അവിടുത്തെ ബിരിയാണി നാട്ടിലെ ബിരിയാണി പോലെയല്ല, ഒരു കൈൻഡ് ഓഫ് നോർത്ത് ഇന്ത്യൻ എന്തോ ഒരു മസാലയൊക്കെ എന്തോ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ബിരിയാണീൻ്റെ കൂടെ ഇവരെന്തോ ഒരു ഗ്രേവി പോലത്തെ ഒരു സാധനം തരുന്നുണ്ട്. അതായത് ഈ മസാലൻ്റെ ഒക്കെ ഏകദേശം ഒരു ടേസ്റ്റുള്ള ഒരു ഗ്രേവി. പിന്നെ അച്ചാറും നമ്മളെ നാട്ടിലെ അച്ചാറ് പോലെയല്ല, ഉപ്പൊക്കെ കൂടിയിട്ടൊരു പെയിൽ ടേസ്റ്റുള്ളൊരു സാധനം. ഇതാണ് ഇവർ ഒതൻറ്റിക് ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മളൊരു ടേസ്റ്റ് അല്ല. പിന്നെ കർണാടക റോഡ് ഭയങ്കര നല്ലത്. ബാക്കി ഏരിയ അറിയില്ല, ഞങ്ങൾ ഹൈവേ പിടിച്ചുകൊണ്ടാവാം മേ ബി. ബട്ട് നല്ല അടിപൊളി വ്യൂസാണ് ഞങ്ങൾ കവർ ചെയ്തത് കേട്ടോ പോണ വഴി. അങ്ങനെ ഒരു വൈകുന്നേരം 3-3:30 ആയപ്പോൾ ഞങ്ങൾ ഗോവ ബോർഡർ കടന്നു. പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആരംഭോളാണ്. അപ്പോൾ അവിടേക്ക് ബോർഡർ കഴിഞ്ഞിട്ട് ഏകദേശം 100 കിലോമീറ്റേഴ്സ് ട്രാവലുണ്ട്. ഗോവ ഞാൻ ഭയങ്കര കംപ്ലീറ്റ്ലി ഒരു ബീച്ച്, റോഡ്സ്, ആ ഒരു സെറ്റപ്പാണ് കരുതിയത്. പക്ഷേ ഭയങ്കര നല്ല ഗ്രീനറി, പാടം, പിന്നെ നമ്മൾ വയനാട് വൈബുള്ളൊക്കെ സ്ഥലങ്ങൾ. പക്ഷേ റോഡ്സ് അതിലും അടിപൊളി. അവരെ ബ്രിഡ്ജ് ആയാലും അതേപോലെ സ്ട്രീറ്റ് ലാംപ്സ് ആയാലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റാണ് കാണാൻ. അതൊരു ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ഏകദേശം ഈവനിങ് ആയി. പിന്നെ അടുത്ത വിശപ്പിൻ്റെ സമയമായല്ലോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഫുഡ് അയച്ചിട്ട് നേരെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കയറാമെന്ന് കരുതി ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് അയച്ചു. ഇവിടുത്തെ ചീസ് ദോശ അയ്യോ ഭയങ്കര ടേസ്റ്റാട്ടോ. കൂടി ചീസ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട ഐറ്റമാണ്. അപ്പോൾ ഈ റൂട്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഇനി ഇവിടെ ഏതെങ്കിലും മസ്റ്റ് ട്രൈ ഐറ്റംസ് ഗോവയിലുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.